നാം ദൈവവചനം ധ്യാനിപ്പാനും ദൈവവചനത്തിൽ നിന്ന് മരണാനന്തര ജീവിതത്തെ പറ്റി എന്താണ് പഠിക്കാനുള്ളത് എന്നും ആണല്ലോ ഈ നാളുകളിൽ നാം പഠിച്ചുകൊണ്ടേയിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് ഒരുമിച്ച് ചിന്തിപ്പാൻ തക്കവണ്ണം ദൈവം സഹായിച്ചത് ദ റിയാലിറ്റീസ് ഓഫ് ദ ഡെത്ത്, മരിച്ചവർക്ക് ഉള്ള യാഥാർത്ഥ്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ മരിച്ചവരുടെ യാഥാർത്ഥ്യങ്ങൾ എന്താണ് എന്ന് കഴിഞ്ഞ ആഴ്ചയിൽ വളരെ വിശദമായി പഠിക്കുവാൻ ദൈവം നമുക്ക് അവസരം തന്നു. ഈ വിഷയം വളരെ പ്രാധാന്യമർഹിക്കുന്ന വിഷയമായതുകൊണ്ടും അതിന് ഒരു ഗഹനമായിട്ടുള്ള പഠനം ആവശ്യമായിരിക്കുന്നത് കൊണ്ടും നമ്മൾ 2-3 സെക്ഷൻസ് ആയിട്ടാണ് ഈ വിഷയം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാനായി ആഗ്രഹിക്കുന്നത്. ഇന്ന് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ തീരുമാനിച്ചത് ദ റിസറക്ഷൻ ഓഫ് ദ ഡെഡ് എന്ന ടോപ്പിക്കിനെ ആസ്പദമാക്കിയാണ്. ദ റിസറക്ഷൻ ഓഫ് ദ ഡെഡ്, മരിച്ചവരുടെ പുനരുദ്ധാനം. നമ്മളൊക്കെ വളരെ ആകാംക്ഷയോടെ നോക്കി പാർക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് മരിച്ചവരുടെ പുനരുദ്ധാനം. വേദപുസ്തകം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ പ്രസക്തിയോടുകൂടെ ദൈവമക്കളെ ഉറപ്പിച്ചു നിർത്തുന്ന ഒരു പ്രത്യാശ നിർഭരമായ യാഥാർത്ഥ്യമാണ് ഉയർത്തെഴുന്നേൽപ്പ്. We will have a resurrection. നമുക്ക് 2-3 വാക്യങ്ങൾ പ്രാരംഭമായി ഈ വിഷയത്തെ ആസ്പദമാക്കി വായിക്കുവാനായി ഞാൻ താല്പര്യപ്പെടുകയാണ്. യോബിന്റെ പുസ്തകം 14-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്, അതിനാൽ അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും, അത് ഇളംകൊമ്പുകൾ വിടരാതിരിക്കുകയില്ല. അതിന്റെ 14 വായിച്ചാട്ടെ. മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? എന്നാൽ എനിക്കോ മാറ്റം വരുവോളം എന്റെ യുദ്ധകാലമൊക്കെയും കാത്തിരിക്കാമായിരുന്നു. ഒരു മനുഷ്യൻ ജീവിച്ചാൽ, മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? ഒരു മനുഷ്യൻ മരിച്ചാൽ അവൻ വീണ്ടും ജീവിക്കുമോ? വളരെ അർത്ഥസമ്പൂർണമായ ഒരു ചോദ്യമാണ്. യോബിന്റെ പുസ്തകം വേദപുസ്തകത്തിലെ ഏറ്റവും പഴയ പുസ്തകമാണ്. സെഞ്ചുറീസ് ബിഫോർ ദിസ് ബുക്ക് ഹാസ് ബീൻ റിട്ടൺ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്നത്തെ തത്വചിന്തകന്മാരും ഇന്നത്തെ ബുദ്ധിയുണ്ടെന്ന് ചിന്തിക്കുന്നവരും ഇന്നത്തെ എല്ലാ കാര്യങ്ങളും തങ്ങളുടെ പിടിയിൽ ഒതുക്കാമെന്ന് ചിന്തിക്കുന്ന പ്രിയപ്പെട്ടവരുമൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മുൻപ് തന്നെ യോബ് ചോദിച്ച ഒരു ചോദ്യമാണ്, ഒരു മനുഷ്യൻ മരിച്ചാൽ അവൻ വീണ്ടും ജീവിക്കുമോ? 14-ാം അധ്യായം, യോബിന്റെ പുസ്തകം 14-ാം അധ്യായം 14-ാമത്തെ വാക്യം. അതോടൊപ്പം തന്നെ നമുക്ക് വായിക്കുവാൻ കഴിയുന്ന മറ്റു ചില വാക്യങ്ങളൂടെ ഉണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 24-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. ആക്ട്സ് ചാപ്റ്റർ 24 വേഴ്സ് 15.
നീതിമാന്മാരുടെയും നീതികെട്ടവരുടെയും പുനരുദ്ധാനം ഉണ്ടാകും എന്ന് ഇവർ കാത്തിരിക്കുന്നത് പോലെ ഞാനും ദൈവത്തിങ്കൽ ആശ വെച്ചിരിക്കുന്നു. നീതിമാന്മാരുടെയും നീതികെട്ടവരുടെയും പുനരുദ്ധാനം ഉണ്ടാകുമെന്ന് ഇവർ കാത്തിരിക്കുന്നത് പോലെ ഞാനും ആശ വെച്ചിരിക്കുന്നു. There will be a resurrection for the righteous as well as for the unrighteous. ഞാൻ പറയുന്നത് മരിച്ചവരുടെ പുനരുദ്ധാനത്തെ പറ്റിയാണ്. നമുക്കിനിയും വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 25-ഉം 26-ഉം വാക്യങ്ങൾ. ജോൺ ചാപ്റ്റർ 11, 25 and 26. യേശു അവളോട്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. യേശു അവളോട്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിച്ചാൽ എന്ത് സംഭവിക്കും? മരിച്ചാലും ജീവിക്കും. അപ്പം യേശുക്രിസ്തു ഒരു അടിസ്ഥാനം ഇവിടെ ഇടുകയാണ്. ഒരു വാക്യം കൂടെ, 2 തീമോഥെയോസ് 2-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. 2 Timothy chapter 2 verse 18. ഹുമനയോസും ഫിലെത്തോസും അവരുടെ കൂട്ടത്തിൽ ഉള്ളവരായിരുന്നു. അവർ സത്യം വിട്ട് തെറ്റി പുനരുദ്ധാനം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ചിലരുടെ വിശ്വാസം മറിച്ചു കളയുന്നു. കള്ളപ്രവാചകന്മാര്, സത്യത്തെ വിട്ടൊഴിയുന്നവര്, സത്യത്തിൽ നിന്ന് വഴിതെറ്റി പോകുന്നവര് പറയുന്നത് പുനരുദ്ധാനം കഴിഞ്ഞുപോയി എന്ന് പറയുന്നവരുണ്ട്. സദൂക്യന്മാരിൽ ചിലർ പറയുന്നുണ്ട് പുനരുദ്ധാനം ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പല രീതിയിലുള്ളതായ ചിന്താധാരകൾ നിലനിൽക്കുന്നതായ ഈ കാലഘട്ടത്തിലും യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനം എന്നത് നമുക്ക് കാലഹരണപ്പെട്ട ഒരു സന്ദേശമല്ല. ഇത് കാലത്തിനനുസരണമായ അനിവാര്യമായ ഒരു ചിന്തയാണ് എന്നത് പ്രാരംഭമായി പറവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ഹെൻറി മോറിസ് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ ഇപ്രകാരമാണ് പറയുന്നത്: The bodily resurrection of Jesus from the dead is the crowning proof of Christianity. If the resurrection did not take place, then Christianity is a false religion. If it did take place, then Christ is God and the Christian faith is absolute truth. യേശുക്രിസ്തുവിന്റെ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള ശാരീരിക പുനരുദ്ധാനം ക്രിസ്തീയ വിശ്വാസത്തിന്റെ ആധികാരികതയുടെ തെളിവാണ്. പുനരുദ്ധാനം നടന്നിട്ടില്ല എങ്കിൽ ക്രിസ്തീയ വിശ്വാസവും ക്രിസ്തീയ മാർഗവും വ്യാജമാണ്. അത് സംഭവിച്ചു എങ്കിൽ ക്രിസ്തു ദൈവവും ക്രിസ്തീയ വിശ്വാസം കേവല സത്യവുമാണ്. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, യേശു ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം, യേശു ക്രിസ്തുവിന്റെ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം ക്രിസ്തീയ വിശ്വാസത്തിന്റെ ആധികാരികമായ തെളിവാണ്. പുനരുദ്ധാനം നടന്നിട്ടില്ല എങ്കിൽ ക്രിസ്തീയ വിശ്വാസവും ക്രിസ്തീയ മാർഗവും വ്യാജമാണ്. അത് സംഭവിച്ചു എങ്കിൽ ക്രിസ്തു ദൈവവും ക്രിസ്തു വിശ്വാസം കേവല സത്യവുമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, the cradle and the cross are of little value without the resurrection, but cradle plus cross plus resurrection equals our salvation. എന്താണ് ഇവിടെ പറയുന്നതെന്ന് അറിയാമോ? പുൽത്തൊട്ടിയും യേശുക്രിസ്തുവിന്റെ ക്രൂശും പുനരുദ്ധാനമില്ലാതെ വില കുറഞ്ഞ ഒന്നാണ്. എന്നാൽ പുൽത്തൊട്ടിയും കുരിശും പുനരുദ്ധാനവും രക്ഷയ്ക്ക് ഒരുപോലെ പ്രാധാന്യമുള്ള ഒന്നാണ്. There are people give importance to the cradle. പുൽത്തൊട്ടിക്ക് പ്രാധാന്യം കൊടുക്കുന്നവരുണ്ട്. There are people who give importance to the cross, but seldom people
give importance to resurrection. എന്നാൽ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, യേശുക്രിസ്തുവിന്റെ ജനനവും യേശുക്രിസ്തുവിന്റെ മരണവും യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനവും രക്ഷയ്ക്ക് ഒരുപോലെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന പ്രിയ ദൈവമക്കളെ, നാം ഇന്ന് രാവിലെ സമയം നമ്മുടെ മരിച്ചവരുടെ പുനരുത്ഥാനത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ആ ഒരു ചിന്ത മുൻപോട്ട് പോകാനുള്ള ഒരു പ്രചോദനവും കർത്താവായ യേശുക്രിസ്തുവിൽ അടിയുറച്ച് വിശ്വസിക്കുവാനുള്ള ഒരു അടിസ്ഥാനവും ക്രിസ്തീയ വിശ്വാസത്തിൽ സന്തോഷിച്ച് പ്രതികൂലങ്ങളെ അതിജീവിച്ച് മുന്നേറാനുള്ള ഒരു പ്രേരക ശക്തിയുമായി തീരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ആരാധനയ്ക്കൊക്കെ പാടുന്ന ഒരു മനോഹരമായ ഗീതമുണ്ട്. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരെ, നമ്മളെ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. We are called to sing the songs of triumph. ജയത്തിന്റെ ഗീതം പാടുവാൻ വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. ഉലകമഹാന്മാർ അഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ, നമ്മൾ ഉന്നതനേശു മഹേശൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. All the rulers of this world, all the mighty men and the women of this world are still sleeping in the grave, but the Lord Jesus resurrected, conquered the grave and gave victory over death. That is the basis of my faith and your faith. നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനമാണ് യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം. നമ്മളിൽ പലരും ചിന്തിക്കുന്നത് പുനരുത്ഥാനം എന്നത് ഒരു പഴയ നിയമ ഉപദേശമല്ല എന്നതാണ്. നാം ചിന്തിക്കുന്നത് പുതിയ നിയമ ഉപദേശമാണ് പുനരുത്ഥാനം. എന്നാൽ പഴയ നിയമത്തിന്റെ പഠിപ്പിക്കലും പഴയ നിയമത്തിലെ ദൈവശാസ്ത്രത്തിന്റെ ചിന്തയും അത് അവിശ്വസനീയമായ രീതിയിൽ, അത്ഭുതകരമായ രീതിയിൽ, വളരെ ഗഹനമായ രീതിയിൽ പുനരുത്ഥാനത്തെ അരക്കിട്ടുറപ്പിക്കുന്ന ഒന്നാണ്. The resurrection of the dead is the prime importance of the Old Testament. The Old Testament theology is so incredible, it is so amazing, and it is so absolute that it is based on the resurrection of the dead. The doctrine of resurrection is incredibly profound, both in the Old Testament as well as in the New Testament. Incredibly profound. അതിശയകരമാവണ്ണം അല്ലെങ്കിൽ അത്ഭുതകരമാവണ്ണം ഗഹനമായ രീതിയിൽ വേദപുസ്തകത്തെ കോർത്തിണക്കിയിരിക്കുന്ന ഒരു മഹാസത്യമാണ് യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം. യോബിന്റെ പുസ്തകത്തിൽ വളരെ പ്രധാനപ്പെട്ട ചോദ്യം നാം ഓൾറെഡി വായിച്ചല്ലോ. The intellectuals of this world, the philosophers of this world, the atheists today ask the question, will a man die? And if he die, will he resurrected? ഒരു മനുഷ്യൻ മരിക്കുമോ? അവൻ മരിച്ചാൽ ഉയർത്തെഴുന്നേൽക്കുമോ? യോബിന് ഇത് വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു. യോബ് മനസ്സിലാക്കിയ കാര്യം, ഒന്നാമത് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം,
പുനരുത്ഥാനം തിന്മയ്ക്കുള്ള ഏക പരിഹാരമാണ്. Resurrection is the solution to all evil. Resurrection is the solution to all the evil that happened. ഇതുവരെ സംഭവിക്കാനിരിക്കുന്ന എല്ലാ തിന്മയുടെയും പരിഹാരമായിട്ടാണ് യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം സംഭവിച്ചത്. യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം സംഭവിച്ചതുകൊണ്ട് ഒരു ദൈവ പൈതലിന് പുനരുത്ഥാനമുണ്ട് എന്ന് അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ ആവർത്തിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒന്നാണ്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥമാണ്, നമ്മുടെ പ്രസംഗം വ്യർത്ഥമാണ്. യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പുനരുത്ഥാനത്തിന്റെ ആശയെയും പ്രതീക്ഷയെയും നൽകി തരുന്ന ഒന്നാണ്. We all will be resurrected. നീതിമാനും അതുപോലെ നീതികെട്ടവനും ഉയർത്തെഴുന്നേൽക്കും. അതിന്റെ ദീർഘമായിട്ടുള്ള ഒരു പഠനം ഞാൻ അടുത്ത ആഴ്ചയിൽ തരാനായിട്ട് ഞാൻ ചിന്തിക്കുകയാണ്. The reward of the resurrected. എന്നാൽ ഇന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് പുനരുത്ഥാനം തിന്മയ്ക്കുള്ള ഏക പരിഹാര മാർഗമാണ്. യോബിന് അത് അറിയാമായിരുന്നു. മരണം നിശ്ചയമാണ്. യോബിന്റെ പുസ്തകം 14-ാം അധ്യായം അതിന്റെ 10ഉം 11ഉം വാക്യങ്ങൾ. ജോബ് chapter 14 verses 10 and 11. Job chapter 14 verses 10 and 11. പുരുഷനോ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു, മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെ? മനുഷ്യനോ അവൻ മരണത്താൽ ദ്രവിച്ചു പോകുന്നു, അവന്റെ പ്രാണനെ വിട്ടാൽ അവൻ എവിടെ? He knew very well that death is a permanent reality. അത് സ്ഥിരമാണ്. പിന്നീട് ആരുമായി സമാധിക്കാനും ആശയവിനിമയം നടത്താനും സംശയ നിവാരണങ്ങൾ നടത്താനും സമയമുണ്ടാകത്തില്ലെന്നും സാധിക്കത്തില്ലെന്നും യോബിന് നന്നായിട്ട് അറിയാമായിരുന്നു. പാപം എന്നേക്കുമായി നമ്മെ ശവക്കല്ലറകൾക്കുള്ളിൽ തളച്ചിടുമെന്ന്. അതുകൊണ്ട് അതിന് എതിരെയുള്ള ഒരേ ഒരു പരിഹാരം പുനരുത്ഥാനമായിരുന്നു എന്ന് യോബ് ചിന്തിച്ചു. അത് യോബ് പഠിപ്പിച്ചു. Job knew that the sin will keep him endlessly in the grave. Only the currency that can pay for sin is death. So he recognized that the only possible resolution to sin and its deadly consequences is the resurrection. നമുക്കൊരു വാക്യം വായിക്കാം. യോബിന്റെ പുസ്തകം 19-ാം അധ്യായം അതിന്റെ 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. യോബിന്റെ പുസ്തകം Job chapter 19 verses 25 to 27. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എന്റെ തൊക്ക് ഇങ്ങനെ നശിച്ച ശേഷം ദ്രവിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി എന്റെ ദൈവത്തെ കാണും. ഞാൻ തന്നെ അവനെ കാണും. അന്യനല്ല എന്റെ സ്വന്തം കണ്ണ് അവനെ കാണും. എന്റെ അന്തരംഗം എന്റെ ഉള്ളിൽ ക്ഷയിച്ചിരിക്കുന്നു. ഞാൻ എന്റെ ശരീരം ദ്രവിച്ചു പോയാലും എന്റെ ശരീരത്തില് ദ്രവത്വം സംഭവിച്ചാലും അന്യനല്ല, എന്റെ സ്വന്തം കണ്ണ് എന്റെ യേശുവിനെ കാണും.
ഞാൻ അവനുമായി ചേർന്നിരിക്കും എന്ന യോബിന്റെ പ്രത്യാശ നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഉറപ്പെന്താണെന്നറിയാമോ? The resurrection is the only source of death and all the evil. പുനരുത്ഥാനം എല്ലാ തിന്മയ്ക്കും ഒരു പരിഹാരമാണ്. മരണത്തിന് എന്നേക്കുമായി നമ്മളെ കല്ലറയ്ക്കുള്ളിൽ പിടിച്ചു നിർത്തുവാൻ കഴിയത്തില്ല എന്ന് വിശ്വാസത്തോടെ കണ്ട ഇയ്യോബ് നമ്മുടെ മുമ്പിൽ നമുക്കൊരു പ്രചോദനമാണ് പ്രിയരെ. അന്യനല്ല, സ്വന്തം കണ്ണ് ഞാൻ അവനെ കാണും. എന്റെ ത്വക്ക് നശിച്ച ശേഷം ദേഹസഹിതനായി ഞാൻ അവനെ കാണും. അതുകൊണ്ടാണ് സങ്കീർത്തന പുസ്തകങ്ങൾ നമ്മളോട് അറിയിക്കുന്നത്. സങ്കീർത്തന പുസ്തകങ്ങൾ ഈ തത്വശാസ്ത്രത്തെ, ഈ ദൈവശാസ്ത്രത്തെ നന്നായിട്ട് പഠിച്ചിട്ട് പറയുകയാണ്. Resurrection for humanity rest on the shoulders of a powerful redeemer. രണ്ടാമത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, resurrection for the humanity rest on the shoulder of a powerful redeemer. മനുഷ്യരാശിക്കുള്ള പുനരുത്ഥാനം ശക്തനായ ഒരു വീണ്ടെടുപ്പുകാരന്റെ ചുമലിലാണ് എന്ന് സങ്കീർത്തനക്കാരായിട്ടുള്ള പലര് വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് 91-ാം സങ്കീർത്തനം അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത്, ദീർഘായുസ്സ് കൊണ്ട് ഞാൻ നിനക്ക് തൃപ്തി വരുത്തും. സങ്കീർത്തനം 21:4 നാം കാണുന്നു, അവൻ നിന്നോട് ജീവനെ അപേക്ഷിച്ചു, നീ അവന് കൊടുത്തു, എന്നേക്കുമുള്ള ദീർഘായുസ്സിനെ തന്നെ. 17-ാം അധ്യായം 15-ാമത്തെ വാക്യം, സങ്കീർത്തനം 17:15 നാം വായിക്കുന്നു, ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. സങ്കീർത്തനം 16:10 നാം വായിക്കുന്നു, നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, എന്റെ പ്രാണനെ ദ്രവത്വം കാണാൻ സമ്മതിക്കുകയുമില്ല. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, if there is a resurrection, and if there is resurrection, and resurrection is a solution for all the evil that is to happen through the Messiah. അതുകൊണ്ടാണ് മിശിഹയെ പറ്റിയുള്ളതായ ആ വലിയ ഒരു ഉറപ്പും പ്രത്യാശയും സങ്കീർത്തനങ്ങളിൽ ഉടലിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്, ഉടനീളം കാണാൻ കഴിയുന്നത്. There is resurrection and it happens through a powerful redeemer. എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു എന്ന് യോബ് പറഞ്ഞതിനെ സാധൂകരിക്കുന്നതായ കാര്യങ്ങളാണ് സങ്കീർത്തനത്തിൽ നാം വായിച്ചു കേട്ടത്. സോ രണ്ടാമത് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, resurrection for humanity rest on the shoulder of a powerful redeemer. മൂന്നാമത് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, the promise of resurrection demonstrates that God still loves his people. It is the proof of God's love for God's people. ദൈവമക്കളെ ദൈവം ഇന്നും സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് എന്തെന്നറിയാമോ? യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനം, മരിച്ചവരുടെ പുനരുത്ഥാനം. അത് നമുക്ക് ഉറപ്പു തരുന്നത് പുതിയ നിയമത്തെക്കാൾ അധികമായി പഴയ നിയമത്തിലുണ്ട്. ഹോശേയയുടെ പുസ്തകം
13-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. ഹോശയ chapter 13 verse 14. ഞാൻ അവനെ പാതാളത്തിൻ അധീനത്തിൽ നിന്ന് വീണ്ടെടുക്കും. ഞാൻ അവനെ പാതാളത്തിന്റെ അധീനതയിൽ നിന്ന് വീണ്ടെടുക്കും. മരണത്തിൽ നിന്ന് ഞാൻ അവരെ വിടുവിക്കും. മരണത്തിൽ നിന്ന് ഞാൻ അവരെ വിടുവിക്കും. മരണമേ നിന്റെ ബാധകൾ എവിടെ? മരണമേ നിന്റെ ബാധകൾ എവിടെ? പാതാളമേ നിന്റെ സംഹാരം എവിടെ? പാതാളമേ നിന്റെ സംഹാരം എവിടെ? എനിക്ക് സഹതാപം തോന്നുകയില്ല. എനിക്ക് സഹതാപം തോന്നുകയില്ല എന്ന്. മരണത്തിന് എന്നെ തോൽപ്പിച്ചു കളയാനോ മരണത്തിന് ഒരു വിശ്വാസിയെ എന്നേക്കുമായി ആ ശവക്കുഴിയിൽ തളച്ചിടാനോ സാധിക്കയില്ല എന്ന് പ്രവാചക പുസ്തകങ്ങളിൽ കൂടെ മെശിഹായുടെ ആ ഒരു സന്ദേശത്തിൽ കൂടെ പ്രവാചകന്മാര് നമുക്ക് ഉറപ്പ് നൽകിയിരിക്കുക പ്രിയരെ. അതുകൊണ്ടാണ് റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 38-ഉം 39-ഉം വാക്യങ്ങൾ. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 38-ഉം 39-ഉം വാക്യങ്ങൾ. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിപ്പാൻ കഴിയുകയില്ല പ്രിയരെ. അത് പുതിയ നിയമത്തിലെ മാത്രം സത്യമല്ല, പുതിയ നിയമത്തിലെ മാത്രം പ്രത്യാശയില്ല. അതുകൊണ്ടാണ് പഴയ നിയമം നമുക്ക് നിഴലാണെങ്കിൽ പുതിയ നിയമം നമുക്ക് പൊരുളായി കാര്യങ്ങൾ കണ്ണിൽ കാണുന്ന രീതിയിൽ വിവരിച്ചു തന്നിട്ടുള്ളത്. പഴയ നിയമ പ്രവാചകന്മാരൊക്കെ they prophesied about the resurrection of the dead. They prophesied that the resurrection is the solution of all the evil that are happening, that are yet to happen. And that is why they prophesied about a Messiah. ഒരു മശിഹയെ പറ്റി അവര് നാളുകൾക്ക് മുൻപ് പ്രവചിച്ചത് പ്രിയരെ. It is the proof of God's love for us. Not even death can separate us from God's love. And God's people are secured even in death and in resurrection. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്ന മറ്റൊരു കാര്യം, റിസറക്ഷൻ ഈസ് ദ കീ ടു ദ ന്യൂ ക്രിയേഷൻ. പുതിയ സൃഷ്ടിയുടെ താക്കോലാണ് പുനരുദ്ധാനം. അല്ലെങ്കിൽ പുതിയ സൃഷ്ടിക്ക് ഏറ്റവും പ്രാധാന്യമായിട്ടുള്ളതാണ് പുനരുദ്ധാനമെന്ന് യെശയ്യാ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നു. ഐസയാ ചാപ്റ്റർ 25 verse 8. അവൻ മരണത്തെ സദാകാലത്തേക്ക് നീക്കിക്കളയും. യഹോവയായ കർത്താവ് സകല മുഖങ്ങളിൽ നിന്നും കണ്ണുനീർ തുടയ്ക്കുകയും. അവൻ സദാകാലത്തേക്കും മരണത്തെ നീക്കിക്കളയും. പിന്നെ യഹോവയായ കർത്താവ് സകല മുഖങ്ങളിൽ നിന്നും കണ്ണുനീർ തുടയ്ക്കുകയും തന്റെ ജനത്തിന്റെ നിന്ന സകല ഭൂമിയിൽ നിന്നും നീക്കിക്കളയുകയും ചെയ്യും. ഇതോർത്തോണം, നമുക്ക് ഒരു വീണ്ടും ജനനമുണ്ട്, നമുക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ആ ഉയർത്തെഴുന്നേൽപ്പിൽ നമ്മുടെ കണ്ണുനീര് എന്നേക്കുമായിട്ട് മാറും. പുതിയ നിയമമല്ല നമുക്ക് ആദ്യമായി ഈ പ്രത്യാശ നിർഭരമായ വാക്കുകൾ പകർന്നു തരുന്നതെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. കണ്ണുനീരില്ലാത്ത, രോഗങ്ങളില്ലാത്ത,
പ്രശ്നങ്ങളില്ലാത്ത, പ്രതികൂലങ്ങളില്ലാത്ത, പട്ടിണിയില്ലാത്ത ഒരു ലോകത്തേക്ക് നാം പോകുമെന്ന് പുതിയ നിയമ എഴുത്തുകാര് നമ്മെ പഠിപ്പിച്ചത് ഈ പഴയ നിയമത്തിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ടാണെന്ന് ഈ നാളുകളിൽ നമുക്ക് നന്നായി മനസ്സിലാക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഉത്ബോധിപ്പിക്കുകയാണ്. Isaiah emphasizes the eternal nature of resurrection. പുനരുത്ഥാനത്തിന്റെ മനോഹരമായ മാറ്റങ്ങളിൽ യെശയ്യാവ് വളരെ ശ്രദ്ധിക്കുകയാണ്. അത് സന്തോഷത്തിന്റെയും, അത് പ്രതീക്ഷയുടെയും, അത് ആഘോഷത്തിന്റെയും സമയമായിരിക്കുമെന്ന് he prophesied years and years ago. The resurrection offers time of joy, not sorrow, time of hope, not despair, time of celebration, not lamentation. അത് ആഘോഷത്തിന്റെ സമയമാണ്, അത് പ്രത്യാശയുടെ സമയമാണ്, അത് സന്തോഷത്തിന്റെ സമയമാണ്. Because we are a new creation. Because we are a new creation. അതുകൊണ്ടാണ് 2 Corinthians, 2 Corinthians chapter 5 verses 15 and 17. 2 Corinthians 5-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ച് എഴുന്നേറ്റവനായിട്ട് തന്നെ, തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റവനായി തന്നെ ജീവിക്കുന്നു. അതിന്റെ 17-ാമത്തെ വാക്യം. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, അവൻ പുതിയ സൃഷ്ടിയാണ്. പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതിയതായി തീർന്നിരിക്കുന്നു. And the resurrection of the Lord Jesus Christ guarantees our resurrection, and it is the extension of the new life that we found in the Lord Jesus Christ. Praise the Lord. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ മക്കളെ, ഞാന് 4 കാര്യങ്ങളെ ഓർമ്മിപ്പിച്ചു. ഒന്നാമത് ഞാൻ ഓർമ്മിപ്പിച്ചത് resurrection is the solution of all the evil. രണ്ടാമത് ഞാൻ പറഞ്ഞത് resurrection for humanity rest on the shoulder of a powerful redeemer. മൂന്നാമത് ഞാൻ പറഞ്ഞത് resurrection is the proof of God's love for us. നാലാമത് ഞാൻ പറഞ്ഞത് resurrection is the key to the new creation. അഞ്ചാമത് resurrection inaugurates the new covenant, or the new covenant is inaugurated through the resurrection is inaugurated by the new covenant. Ezekiel chapter 36 verse 26. എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായം 26-ാമത്തെ വാക്യം. എഹെസ്കേൽ chapter 36 verse 26. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും, കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി, മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. എപ്പോഴാണ് നമുക്ക് പുനരുത്ഥാനം ഉണ്ടാകുന്നതെന്നറിയാമോ? When the Lord gives us a new heart, a new flesh, and a new spirit. Up to this time, we did not know when the resurrection happens, but Ezekiel gives us the assurance that
Resurrection is inaugurated by the new covenant. ഒരു പുതിയ നിയമം നമ്മളിൽ കൂടെ സ്ഥാപിക്കുന്നതിൽ കൂടെ അത് സ്ഥാപിതമാകുമ്പോൾ നമുക്ക് പുനരുദ്ധാനമുണ്ടാകും. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം അതിന്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. യെഹെസ്കേൽ 37-ന്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ ഈ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾപ്പീൻ. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. The dry bone will have life, and that life comes because of the breath of the Lord Jesus Christ. യേശുവിന്റെ ശ്വാസം ആ ഉണങ്ങിയ എല്ലിൻ കഷങ്ങളിലേക്ക് ഊതുമ്പോൾ അത് ജീവനുള്ളതായിട്ട് തീരുമെന്ന് യെഹെസ്കേൽ നമുക്ക് പ്രത്യാശയുടെ വാക്കുകൾ നൽകി തരികയാണ്. An internal and external resurrection. It is instituted by Jesus in the form of a new covenant. ഒരു പുതിയ നിയമമായി അവൻ നമുക്ക് നൽകി തന്നിരിക്കുകയാണ്. എന്ത്? റിസറക്ഷൻ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, we are a new creation sealed by a new covenant. And when the new covenant comes into force, the resurrection of the dead will be happening. അത് മാത്രമാണോ? ദാനിയേൽ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, Daniel chapter 7 verses 13 and 14. Daniel chapter 7 verses 13 and 14. രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ ആകാശമേഘങ്ങളോടെ വരുന്നത് കണ്ടു. അവൻ വയോധികന്റെ അടുക്കൽ ചെന്ന് അവർ അവനെ അവന്റെ മുമ്പിൽ അടുത്തു വരുമാറാക്കി. സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവന് ആധിപത്യവും മഹത്വവും രാജ്യത്വവും ലഭിച്ചു. അവന്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത നിത്യ ആധിപത്യവും അവന്റെ രാജ്യത്വം നശിച്ചു പോകാത്തതും ആകുന്നു. ഇവിടെ എന്താ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന അറിയാമോ? When the resurrection happens, when the Lord returns, the resurrection of the dead will happen, and resurrection of the dead is the culmination of human history. നീങ്ങിപ്പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കുവാൻ, മനുഷ്യചരിത്രത്തിന്റെ പര്യവസാനം കുറിക്കുവാൻ യേശുക്രിസ്തു വരും. So I can say this way, resurrection is the culmination of human history. മനുഷ്യ ചരിത്രത്തിന്റെ, മനുഷ്യ ഭരണത്തിന്റെ, മാനുഷികമായിരിക്കുന്ന എല്ലാ കണക്കുകൂട്ടലുകളുടെയും അവസാനമാണ് പുനരുദ്ധാനമെന്ന് ദാനിയേൽ പ്രവാചകൻ നമുക്ക് പറയുകയാണ്. എന്നാൽ ദാനിയേൽ പ്രവാചകൻ നമ്മളോട് പറയുന്ന മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. എന്താണെന്നറിയാമോ? അതിൽ 12:2 ദാനിയേൽ ചാപ്റ്റർ 12 വേഴ്സ് 2. നിലത്തിലെ പൊടികൾ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായും, നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായും, ചിലർ നിത്യജീവനായും, ചിലർ ലജ്ജയ്ക്കും, ചിലർ ലജ്ജയ്ക്കും, നിത്യനിന്ദയ്ക്കുമായി ഉണരും. We will talk about that in our next one when we talk about the reward. എല്ലാവരും ഉയർത്തെഴുന്നേൽക്കും, പക്ഷേ എല്ലാവർക്കും നിത്യജീവൻ ഉണ്ടാകത്തില്ലെന്ന് ഇവിടെ പറയുകയാണ്.
ഞാനൊരു കാര്യം കൂടെ പറഞ്ഞ് ഇവിടെ അവസാനിപ്പിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. The seventh one is resurrection is the cornerstone of Christian hope. Resurrection is the cornerstone of Christian hope. പുനരുത്ഥാനം നമ്മുടെ പ്രത്യാശയുടെ മൂലക്കല്ലാണ്. It is a cornerstone of our Christian hope. ക്രിസ്തീയ പ്രത്യാശയുടെ മൂലക്കല്ലായി ഈ പുനരുത്ഥാനം നിലനിൽക്കുന്നു പ്രിയരെ. It is fundamental doctrine of our hope. It is a fundamental doctrine of our hope. നമ്മുടെ പ്രത്യാശയുടെ അടിസ്ഥാനപരമായ ഉപദേശമാണ് പുനരുത്ഥാനം. ഈ പുനരുത്ഥാനം അതുകൊണ്ടാണ് അപ്പോസ്തലൻ ആവർത്തിച്ച് തന്റെ ജനത്തോട് ആവശ്യപ്പെടുന്നത്, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിക്കത്തില്ലായിരുന്നു. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലായിരുന്നുവെങ്കിൽ നിങ്ങളുടെയും ഞങ്ങളുടെയും വിശ്വാസം വ്രതമായി പോയിരുന്നേനെ. യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടായിരുന്നില്ലായിരുന്നുവെങ്കിൽ എന്ത് സംഭവിച്ചേനെന്നറിയാമോ? ക്രിസ്തീയ സമൂഹം ആദ്യ നൂറ്റാണ്ടിൽ തന്നെ ശിഥിലപ്പെട്ടു പോയേനെ, ചിതറിപ്പോയേനെ. But the resurrection of the dead gave and gives incredible hope for us to wait years and years, looking forward for the return of the Lord Jesus Christ. അതാണ് ഒരു ദൈവ പൈതലിന്റെ പ്രത്യാശ. ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. Yes, my dear friends, ഞാൻ ഇന്ന് നിങ്ങളെ ഓർമ്മിപ്പിച്ചതായിട്ടുള്ള 7 കാര്യങ്ങൾ. ഒന്നാമത് ഞാൻ പറഞ്ഞു, resurrection is the solution for all the evil. രണ്ടാമത്, resurrection of the humanity rests on the shoulder of a powerful redeemer. മൂന്നാമത് ഞാൻ പറഞ്ഞു, resurrection is the proof of God's love for us. നാലാമത്, resurrection is the key to new creation. അഞ്ചാമത്, resurrection is inaugurated a new covenant. ആറാമത്, resurrection is the culmination of human history. ഏഴാമത്, resurrection is the cornerstone of Christian hope. നമ്മുടെ പ്രത്യാശയുടെ മൂലക്കല്ലായി ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യ ഫലമായി ഉയർത്തെഴുന്നേറ്റു. Therefore, we know that our faith is not a dead faith. Our faith is a living faith. അത് ജീവനുള്ള ഒരു വിശ്വാസമാണ്. We are waiting for that. Rejoicingly waiting. മടിപ്പുള്ളവരായിട്ടല്ല, സന്തോഷത്തോടെ, പ്രത്യാശയിൽ മടിപ്പില്ലാതെ നാം ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി കാത്തിരിക്കും. എന്തിനാണെന്നറിയാമോ? ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. കർത്താവിന്റെ വരവ് വരെ നമുക്ക് മരണം സംഭവിക്കുന്നില്ല എങ്കിൽ നാം അവനോടുകൂടെ എടുക്കപ്പെടും. And all the dead in Christ will be resurrected. We will continue the topic, the reward for the resurrected.
ദൈവമായ കർത്താവ് നമ്മെ ശക്തീകരിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ നമുക്ക് അവൻ ധാരാളമായിട്ട് നൽകി തരട്ടെ. ദൈവകൃപയോടെ, പ്രത്യാശയോടെ, ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മളെ പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചുകൊണ്ട് ഈ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം പ്രിയരെ. അതിനായി നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കാം. The Lord is resurrected. We will be resurrected. And all who died in Christ will be resurrected. And the Lord will be there for us to receive us when we join there for Him.